ഇപ്പോഴത്തെ 3 നിയമങ്ങളും അറിയാം, CRPC, IPC, എവിഡൻസ് ആയിട്ട് 3ഉം മാറിയിരിക്കുന്നു. വളരെയധികം ചേഞ്ചസ് ഇന്ത്യയിൽ അത് വന്നുകൊണ്ടിരിക്കുന്നു. അതിന് ആ സെക്ഷന് അനുസരിച്ചുള്ള പാണ്ഡിത്യം കോടതിക്കോ വക്കീലന്മാർക്കോ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇന്നില്ല. വളരെയധികം ചേഞ്ചസ് ഈ 3 നിയമത്തിനകത്ത് വന്നതിന് ഒന്നിതാണ് കൃത്യമായിട്ട് സ്കൂളിൻ്റെ പ്രവർത്തനം, കോളേജിൻ്റെ പ്രവർത്തനം, മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രവർത്തനം ഒന്നും ഒരാൾക്കും തടയാൻ പാടില്ല. ആ മാനേജ്മെൻറ്റിൻ്റെ കാര്യം അനുസരിച്ച് അധ്യാപകർക്ക് കൂടുതലധികം മാനേജ്മെൻറ്റും അധികാരം കൊടുക്കുന്നതാണ് ആ പുതിയ ഡെഫിനിഷനകത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കൃത്യമായിട്ട് ഈ അധ്യാപക സംഘടനകൾ ആ പോലീസ് ഉദ്യോഗസ്ഥനെ, എൻ്റെ മുമ്പിൽ ഒരാൾ ഒരു മർഡർ ചെയ്തിട്ടാണ് ഞാൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. അത് തെളിവ് വേണം. എനിക്കങ്ങനെ പറ്റിയിട്ടുമുണ്ട്. ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ സബ് ഇൻസ്പെക്ടർ ആയപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ഗുണ്ട ഭാര്യയെ കൊന്നു എന്ന് പറഞ്ഞ് വെട്ടുകത്തിയായിട്ട് അവിടെ കുറച്ച് രക്തം തേച്ച് എൻ്റെ അടുത്ത് വന്നു. ഇവനെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിൻ്റെ വലിയ അവിടെ നിൽക്ക്, ഞാൻ നോക്കട്ടെ. ആളെ പറഞ്ഞ് ഭാര്യയെ കൊന്നിട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് ആ ഉള്ളൂർ ചെന്നപ്പം ഭാര്യ വീടിൻ്റെ അവിടെ ജനലിൽ കൈ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പം ഇതുപോലെയുള്ള സാധനങ്ങൾ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ധാരാളം പേരുണ്ട്. അതനുസരിച്ച് തുള്ളുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്ന് ഞാൻ പറയുന്നത്. എൻ്റെ അടുത്ത് വളരെയധികം കുറച്ച് ആൾക്കാർക്ക് വിരോധമുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക്. കാരണം നമ്മൾ സത്യവും നീതിയും അനുസരിച്ച് പ്രവർത്തിച്ചിട്ടാണ് സർവീസിലിരുന്നത്. അവിടെ കൈക്കൂലി വാങ്ങിക്കാനോ കള്ളുകുടിക്കാനോ കൂട്ടുകൂടാനോ പോയിട്ടില്ല. അങ്ങനെ നിസ്വാർത്ഥ സേവനം ചെയ്യാൻ തയ്യാറുള്ളവർ ധാരാളം പേര് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അപ്പോൾ അവരാണ് ഈ രീതിയിലുള്ള രാഷ്ട്രീയമായ ചെരിവനുസരിച്ച് ആരെയെങ്കിലും ബലിയാടാക്കാൻ വന്നാൽ ആ സത്യസ്ഥിതി മനസ്സിലായി ധൈര്യസമേതം ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെഫർ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ധാരാളം പോലീസ് ഉദ്യോഗസ്ഥർ ഇതുപോലെ ആ രാഷ്ട്രീയക്കാരുടെ ബലിയാടാകുന്നത്. എന്തിനാണ് പിന്നെ അവർ ആ ഉദ്യോഗത്തിന് വന്നിരിക്കുന്നത്? അവർക്ക് വേറെ വല്ല ജോലിക്കും പോയിക്കൂടെ? നിങ്ങൾക്ക് തൻ്റെ ഇടമില്ലെങ്കിൽ ആ പോസ്റ്റിൽ ഇരിക്കാൻ പാടില്ല. ഇവിടെ ഇപ്പം നടന്നിരിക്കുന്ന ഈ അധ്യാപകൻ്റെ കഥ അത് നമ്മൾ കേട്ടു. അദ്ദേഹത്തിൻ്റെ മാനം പോയി, അഭിമാനം പോയി. ഈ 10-31 വർഷം അദ്ദേഹം സേവിച്ച ആ സ്കൂളിലെ ഒരു 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 വികൃത കഥാപാത്രമായി ഇറങ്ങിപ്പോയ മനുഷ്യൻ ഇനി മാർച്ചിൽ റിട്ടയർ ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ഒരു ഹെഡ് മാസ്റ്ററായിട്ടുള്ള ഇതും കിട്ടിയിട്ടില്ല. പക്ഷേ അതെല്ലാം കിട്ടും ഇനി ആനുകൂല്യങ്ങൾ. കാരണം കേസ് കോടതി വിട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ കോടതിക്ക് അത് ബോധ്യമായി. അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് ആ പെൺകുട്ടി മാപ്പപേക്ഷിച്ചു. കാരണം വിദ്യാർത്ഥി സംഘടനയുടെ പ്രേരണ കൊണ്ടാണ് ഞാനിത് പറയാൻ നിർബന്ധിതയായി. 4 വിദ്യാർത്ഥിനികളും തീർച്ചയായിട്ടും കൊച്ചുകുട്ടികളാണ്. അവർ 4 പേരും അദ്ദേഹത്തിനെ മാപ്പപേക്ഷിച്ചു. അതുതന്നെയല്ല, CPM സംഘടനയിലുള്ള അധ്യാപകർ വരെ ഈ നിരപരാധിയാണെന്ന് അവർക്ക് ബോധ്യമുള്ള അയാൾ ഒരു ഭിന്നശേഷിക്കാരനുമാണ് ഇദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള ബോധ്യം വന്ന എതിർ സംഘടന അവർ പോലും ഈ കേസ് ഇദ്ദേഹത്തിന് വന്ന ഈ അവസ്ഥയിൽ കണ്ടപ്പം അവർ പോലും അത് വിഷമിച്ച് അവർ പോലും ദുഃഖത്തോടു കൂടെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് സമീപിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുക. നല്ല കാര്യം, ഹൃദയമുള്ളവരും നിയമത്തിൻ്റെ പരിധിയിൽ നിൽക്കുന്നവരും ധാരാളം ജനങ്ങൾ നമുക്ക് അധ്യാപകരുടെ ഇടയിലുണ്ട്. സംഘടന അതിൻ്റെ മോശമായ അവസ്ഥയിലേറ്റല്ല പോയി കഴിഞ്ഞിരിക്കുന്നു. സ്കൂൾ അധ്യാപകരുടെ, ഗവൺമെൻറ് സർവീസിലെ എല്ലാ സംഘടനകളും തരം താന്നുപോയി. അത് വീണ്ടെടുക്കണം നമുക്ക്. അതുകൊണ്ട് അധ്യാപക സംഘടനകൾ ഇതുപോലെ കുട്ടികളെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അത് എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ മിസ്യൂസ് ചെയ്ത് ഒരു കേസ് ഇൻകറക്റ്റായിട്ട് ഫ്രെയിം ചെയ്ത് കൊടുക്കുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥനെ സർവീസിൽ വെക്കാൻ കൊള്ളൂല എന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്.